കൃഷിമന്ത്രി പി പ്രസാദ് വീണ്ടും ചേർത്തലയിൽ മത്സരിക്കുമ്പോൾ വെല്ലുവിളിയുയർത്തി എൻഡിഎക്കായി മത്സരിക്കുന്നത് BDJS സ്ഥാനാർത്ഥി ആനന്ദ് രാജാണ്. സ്വന്തം മണ്ഡലത്തിൽ പോലും കൃഷി കുറയുകയും തരിശുനിലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതടക്കമുള്ള കൃഷി വകുപ്പിന്റെ പരാജയങ്ങളും കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളുമാണ് ചേർത്തലയിൽ ചർച്ചയാകുന്നത്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും NDA വലിയ മേൽക്കൈ നേടിയ ഒരു മണ്ഡലമാണ് ചേർത്തല. അവിടെ ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആനന്ദ് രാജാണ്. ആനന്ദ് രാജിൻ്റെ പ്രചരണം എങ്ങനെ പോകുന്നു, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ കാര്യങ്ങളൊന്ന് ചോദിക്കും. ഇപ്പം പ്രചരണ രംഗത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളം സ്വീകാര്യതയാണ് വോട്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? വളരെ നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു റോഡ് ഷോ ആണെങ്കിൽ കൂടി നമ്മളെ കാണാനായി ആൾക്കാർ വീട്ടിൽ പുറത്തേക്ക് വരെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, നമ്മളോടുള്ള പ്രതികരണം, അവരുടെ മുഖത്ത് ഉണ്ടാവുന്ന ഒരു ചിരി, സന്തോഷം, ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു മുന്നേറ്റം തന്നെ ഇത്തവണ സാധ്യമാണ് എന്ന് പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഇതൊരു മന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. കൃഷിമന്ത്രിയായ പി പ്രസാദിൻ്റെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. അപ്പം അതിൻ്റേതായ ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അതേ നിരവധിയായ വികസന പ്രശ്നങ്ങളാണോ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? നിരവധി വികസന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചേർത്തല. നമുക്കറിയാം, ഇപ്പോൾ ഒരു മന്ത്രി ഭരിക്കുന്ന മണ്ഡലമായിട്ട് കൂടി ഇവിടെ കാർഷികപരമായിട്ടുള്ള പുരോഗതി ഉണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. 5000 ഹെക്ടറിലധികം കരിനിലങ്ങളുള്ള ഒരു മണ്ഡലമാണ് ചേർത്തല. എന്നിട്ട് അവിടെ നെല്ലുൽപാദനം എത്രമാത്രമാണ് പരിശോധിക്കണ്ടേ? തരിശ് കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മാത്രമല്ല, മറ്റേത് മേഖലയാണ്, വ്യവസായ മേഖലയാണെങ്കിൽ കൂടി ഇപ്പോൾ കൊച്ചിയുടെ ഒരു ഉപനഗരം എന്ന് നമുക്ക് ചേർത്തലയെ പറയാൻ സാധിക്കും. എന്നിട്ട് കൂടി നല്ല വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. അതുമാത്രമല്ല, ഇവിടെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരു തൊഴിലെന്ന് പറയുന്നത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലായിരുന്നു. ഇന്നതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഏതാനും ചില കമ്പനികളല്ലാതെ അവിടുത്തെ കൂലിത്തൊഴിലാളികളായി മാത്രം ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ. പണ്ട് അതായിരുന്നില്ല, അവരുടെ വീടുകളിൽ വ്യവസായം ഉണ്ടായിരുന്നു. അതിൽ സംഘങ്ങൾ പോലും പ്രതിസന്ധിയില്ല. അതെ, കയർ സംഘങ്ങൾ എടുത്താലും നമുക്ക് അറിയാൻ പറ്റും, അതെല്ലാം വലിയ നഷ്ടത്തിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. നാമമാത്രമായ പ്രതിഫലം മാത്രമാണ് അതിലെ അംഗങ്ങൾക്ക് നൽകാൻ ഈ സംഘങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ സംഘങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, അതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. എന്നിട്ട് കൂടി സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ സംഘങ്ങളെയൊക്കെ വികസിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. മോദിയുടെ വികസന സങ്കല്പങ്ങളുടെ മാതൃകയിൽ ചേർത്തലയിലെ വികസനം, അതാണോ ജനങ്ങളോട് മുന്നോട്ട് വെക്കുന്നത്? അതെ, തീർച്ചയായും. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് മുന്നേറുമ്പോൾ, നമ്മുടെ രാജ്യത്തെ നയിക്കുമ്പോൾ തീർച്ചയായും അതേ വേഗതയിൽ തന്നെ ചേർത്തലയും വികസിക്കേണ്ടതുണ്ട്. അനവധി പദ്ധതികളാണ് യുവാക്കൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി, അവർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇതെല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം ഒരു യുവതയാണ് നമ്മുടെ നാടിൻ്റെ ഭാവി എന്ന് പറയുന്നത്. തീർച്ചയായും അവരാഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മൾ ഇവിടെ സാധ്യമാക്കി കൊടുക്കണം. ഇതുപോലുള്ള അനവധി പദ്ധതികൾ യുവാക്കളിലേക്ക് എത്തണം. അവരുടെ ഉന്നമനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ചാ വിഷയമാകണം എന്ന് വിചാരിക്കുന്നത്. തിരിച്ചറിഞ്ഞ് NDAക്ക് വോട്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ വിജയാശംസകളും. ഇതുതന്നെയായാലും ചേർത്തലയിലും NDA വലിയ വിജയപ്രതീക്ഷയിലാണ്. ശക്തമായ രീതിയിൽ പ്രചരണം മുന്നേറുന്നു. അവിടെ വലിയ സ്വീകാര്യത NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും.